ഇന്നത്തെ അറിയിപ്പുകൾ. ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് സർക്കാർ. വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ ഹരിത വി കുമാർ ചെയർപേഴ്സണായ സമിതിയെയാണ് സർക്കാർ നിയോഗിച്ചത്. ഒരു വിഭാഗം ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവരുന്ന സമരത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം രാപ്പകൽ യാത്ര നടത്തുന്നതിനിടെയാണ് പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ സമിതി രൂപീകരിക്കുന്നത്. 3 മാസമായിരിക്കും കമ്മിറ്റിയുടെ കാലാവധി. ഇതിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. ആശമാരുടെ തെരഞ്ഞെടുപ്പ്, യോഗ്യത, ഓണറേറിയം പ്രശ്നങ്ങൾ, സേവന കാലാവധി, അവധി തുടങ്ങിയ കാര്യങ്ങളാണ് പഠിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏപ്രിൽ 3 നടന്ന ചർച്ചയിലാണ് പ്രശ്നം പഠിക്കാൻ സമിതിയെ വയ്ക്കാമെന്നും സമരം പിൻവലിക്കണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നിലവിലുള്ള 7,000 രൂപ ഓണറേറിയം 10,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് ചർച്ചയിൽ ആശാവർക്കർമാർ ആവശ്യപ്പെട്ടുവെങ്കിലും അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയിൽ പ്രതീക്ഷയില്ലെന്ന് സമരക്കാർ വ്യക്തമാക്കി. ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ സമരവുമായി മുന്നോട്ടു പോകുമെന്നും സമരക്കാർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിയുടെ ഭാഗമായുള്ള പാലക്കാട് സ്മാർട്ട് സിറ്റിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി ടെൻഡർ ക്ഷണിച്ചു. 4 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്ന ആദ്യഘട്ട പാക്കേജിന് 1,100 കോടി രൂപയാണ് എസ്റ്റിമേറ്റ്. പാലക്കാട് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായുള്ള പുതുശ്ശേരി സെന്ററിലെയും കണ്ണമ്പ്രയിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായാണ് ടെൻഡർ വിളിച്ചിരിക്കുന്നത്. പദ്ധതി പ്രദേശത്തെ റോഡുകൾ, ഡ്രെയിനേജുകൾ, പാലങ്ങൾ, ജലവിതരണ ശൃംഖല, അഗ്നിശമന മാർഗങ്ങൾ, ജല പുനരുപയോഗ സംവിധാനങ്ങൾ, സീവറേജ് ലൈനുകൾ, ഊർജ്ജ വിതരണ സംവിധാനങ്ങൾ, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, വ്യവസായിക മലിനജല ശേഖരണ സംവിധാനങ്ങൾ, മലിനജല സംസ്കരണ പ്ലാന്റ് തുടങ്ങിയവയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ട്രസ്റ്റും കേരള സർക്കാരും ചേർന്ന് രൂപം കൊടുത്ത കേരള ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് വ്യവസായ ഇടനാഴിയുടെ നടപടികൾ ഏകോപിപ്പിക്കുക. മാസ്റ്റർ പ്ലാനും വിശദമായ പദ്ധതി രേഖയും നേരത്തെ തയ്യാറാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ +1 പ്രവേശനത്തിനായുള്ള ഏകജാലക അപേക്ഷ സ്വീകരിച്ചു തുടങ്ങി. മെയ് 20 അവസാന തീയതി. ചൊവ്വാഴ്ച 10ാം ക്ലാസ് CBSE പരീക്ഷാഫലം കൂടി പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെയാണ് ഏകജാലക പ്രവേശനത്തിനുള്ള നടപടികൾ ആരംഭിച്ചത്. മുഖ്യ അലോട്ട്മെന്റുകളിലൂടെ ഭൂരിഭാഗം സീറ്റുകളിലും പ്രവേശനം ഉറപ്പാക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. സപ്ലിമെന്ററി അലോട്ട്മെന്റ് അടക്കം പൂർത്തിയാക്കി ജൂലൈ 23 പ്രവേശന നടപടികൾ അവസാനിപ്പിക്കും. പൂർണ്ണമായും ഓൺലൈനായാണ് പ്രവേശന നടപടികൾ. +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ എല്ലാ ഹൈസ്കൂളുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കും. മെയ് 14 മുതൽ 20 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. 24 ട്രയൽ അലോട്ട്മെന്റ് നടക്കും. ജൂൺ 2 ആദ്യ അലോട്ട്മെന്റ്, 10 രണ്ടാം അലോട്ട്മെന്റും 16 മൂന്നാം അലോട്ട്മെന്റും നടക്കും. ജൂൺ 18 ഹയർ സെക്കൻഡറി 1ാം വർഷ ക്ലാസുകൾ ആരംഭിക്കുക. ശേഷം പുതിയ അപേക്ഷകൾ ക്ഷണിച്ച് സപ്ലിമെന്ററി അലോട്ട്മെന്റിലൂടെ ഒഴിവുകൾ നികത്തും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളത്തിൽ മെയ് 15, 18, 19 തീയതികളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, കണ്ണൂർ എന്നീ 4 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്.